ഒരു ന്യൂനപക്ഷം, അതായത് വിയർപ്പിൻ്റെ അസുഖമുള്ള പാർട്ടി ക്രിമിനലുകൾ സമരം ചെയ്യേണ്ടത് ഭൂരിപക്ഷം പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാവരുത്. അവർക്ക് സ്ഥാപനങ്ങൾ തുറക്കാനും സുഗമമായി യാത്ര ചെയ്യാനും തൊഴിൽ ചെയ്യാനുമുള്ള അവസരം ഭീഷണിപ്പെടുത്തി തടയുന്നത് ഗുണ്ടായിസമാണ്. 35 രാജ്യങ്ങളിൽ കേരള രായാവ് നിക്ഷേപം ആകർഷിക്കാൻ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തു. നാട് കണ്ടതല്ലാതെ 10 പൈസ വന്നില്ല. കേരളത്തിൽ ഇത്തരം ചെകുത്താൻ തൊഴിലാളി നേതാക്കൾ ഉള്ളിടത്ത് നിക്ഷേപം നടത്താൻ അവർക്ക് ഭ്രാന്തില്ല. കരിഞ്ഞ മരവും ആനത്തലയോളം ആനന്ദം നേടിയ ആളും തോട്ടണ്ടിക്കള്ളൻ ചന്ദ്രശേഖരനും ജീവിതത്തിൽ ഒരു പണിയും എടുക്കാതെ തൊഴിലാളികളെ ഊറ്റി ശതകോടികൾ സമ്പാദിച്ചവർ മാത്രം. ചെറുപ്പക്കാർ ജീവനും കൊണ്ട് പലായനം ചെയ്യുകയാണ് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ജീവിക്കാനായിട്ട്. ഗൾഫും മറ്റ് രാജ്യങ്ങളും ഉള്ളതുകൊണ്ട് മലയാളി പട്ടിണിയില്ലാതെ ജീവിക്കുന്നു. അവരുടെ ചോര കുടിച്ച് നേതാക്കൾ നാറികൾ സുഭിക്ഷമായി ജീവിക്കുന്നു. നേതാക്കന്മാരുടെ മക്കൾ എല്ലാം വിദേശത്തെ വ്യവസായം ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇക്കമാരുടെയും പിള്ളമാരുടെയും കമ്പനികളിൽ ഉയർന്ന ഉദ്യോഗം ഭരിക്കുന്നു. അടിമകൾ ഇവനെയൊക്കെ കീജയ് വിളിച്ച് വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നു. സ്റ്റാലിൻ എങ്ങും പോയില്ല. തമിഴ്നാടിൻ്റെ സ്റ്റാലിൻ എങ്ങും പോയില്ല. പക്ഷേ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അവിടെ വന്നു. അവിടെ CITU ഗുണ്ടകളുടെ പൂണ്ടുവിളയാട്ടം നടക്കില്ല. ചവിട്ടിക്കൂട്ടും ഇവനെയൊക്കെ. ഇവിടെയും ഇവനെയൊക്കെ ജനം കൈകാര്യം ചെയ്യുന്ന ഒരു കാലം വരും, വരാതിരിക്കില്ല.